വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ AUP സ്കൂളിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും റോഡ് സുരക്ഷാ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. PTA പ്രസിഡന്റ് KB ഗോപി അധ്യക്ഷത വഹിച്ചു. ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ അജയ് കുമാർ ക്ലാസ് എടുത്തു. പക്ഷേ നമ്മുടെ ചേച്ചിമാരാണെങ്കിൽ വളരെ ധൈര്യത്തിൽ കിട്ടും. എന്താണ് വ്യത്യാസം? ഒരു സ്ത്രീ മെച്യൂർ ആവുന്നതോടുകൂടി 12 വയസ്സ് തുടങ്ങി അവൾ രക്തം കണ്ടു വളരുന്നുണ്ട്. അത് മനുഷ്യൻ്റെ അവസ്ഥയാണ്. ആ രക്തം പോകുന്നതും അല്ലെങ്കിൽ ഒരുപാട് രക്തം ഒഴുകി പോകുമ്പോഴൊക്കെ അവൾക്ക് ഒരു മനക്കരുത്ത് കിട്ടുന്നുണ്ട്. പുരുഷന് അത് കിട്ടുന്നില്ലേ. പുരുഷനാകെ ഒരു ജാട വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഞാൻ നല്ല ധൈര്യവാനാണ് അങ്ങനെയാണെന്നുള്ളൊരു ജാട മാത്രമേ അതിലുള്ളൂ. പിന്നെയും കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് ചെറിയ കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഒരു വാചകം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയില്ല. അതൊക്കെ നമ്മൾ അച്ഛനും അമ്മയൊക്കെ ഉള്ള ഒരു ഇതിലാണെങ്കിൽ ടീനേജിലായിട്ടുള്ള കുട്ടികളുള്ളപ്പോൾ ഞാൻ പറയുന്ന ഒരു വാചകം. പ്രധാനാധ്യാപിക A. നന്ദിനി, സ്കൂൾ പ്രൊട്ടക്ഷൻ കമ്മിറ്റി കോർഡിനേറ്റർ ബിനി, ശ്രീനാഥ് വിജയൻ, മാതൃസംഗമം പ്രസിഡന്റ് ഷഫീന, സീനിയർ ടീച്ചർ രജനി എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ഓവറോൾ സെക്കൻഡ് നേടിയ നാട്ടിക ഈസ്റ്റ് UP സ്കൂളിൽ ആഹ്ലാദ പ്രകടനവും അനുമോദന യോഗവും നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം ലിജി നിതിൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ഷീല, PTA പ്രസിഡന്റ് KV സജീവൻ, വാർഡംഗം സത്യഭാമ ജയബാലൻ, സ്റ്റാഫ് സെക്രട്ടറി സ്നേഹലത എന്നിവർ സംസാരിച്ചു. വലപ്പാട് ഉപജില്ലാ കായികമേളയിൽ ജൂനിയർ വിഭാഗത്തിൽ ഓവറോൾ ട്രോഫി കരസ്ഥമാക്കിയ എടത്തിരുത്തി സെന്റ് ആൻസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV സതീഷ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷാഫി, PTA അംഗങ്ങളും അധ്യാപകരും പ്രകടനത്തിൽ പങ്കുചേർന്നു. ഔദ്യോഗികമുള്ള വാക്കുകൾ വെള്ളിത്താലത്തിൽ വെച്ച ആപ്പിൾ പഴങ്ങൾ പോലെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരുപാട് അലങ്കാരങ്ങളും ഉപമകളും വെച്ചുകൊണ്ടാണ് ടീച്ചറിലൂടെ സംസാരിച്ചത്. അതൊരു 2016 അങ്ങനെ പറയുമോ എന്നുള്ളത് കണ്ടറിയണം. തോളിൽ കണ്ടിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ എന്നൊക്കെ നമ്മൾ ജ്ഞാനപാലയിൽ പറഞ്ഞ പോലെ മാളികപ്പുറത്തേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും അത് ജനങ്ങളാണ്. എന്തായാലും 2016 കണ്ടിന്യൂട്ടി പ്രയോഗം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും ടീച്ചർക്ക് ഞാൻ പ്രത്യേകം സിസ്റ്റർക്ക് ഒരു പ്രത്യേക അഭിനന്ദനം. നമ്മുടെ കുട്ടികൾ ഈ ബോബി അലോഷ്യസിനെ പോലെ ദേശീയ ഹൈജമ്പ് താരം 1.96 ചാടിക്കൊണ്ട് ഏകദേശം ഏഷ്യൻ ഗെയിംസിൽ പിന്നീട് അവർ കയ്പമംഗലം ദേവമംഗലം ക്ഷേത്രത്തിൽ സ്കന്ദഷഷ്ഠി ആഘോഷിച്ചു. രാവിലെ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ CK നാരായണൻകുട്ടി ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സുബ്രഹ്മണ്യസ്വാമിയുടെ തിടമ്പ് വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര വിവിധ താളവാദ്യമേളങ്ങളോടെ വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഉച്ചയോടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നവീകരണ കലശ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഷ്ടമംഗല പ്രശ്ന പരിഹാര കർമ്മങ്ങളുടെ പ്രധാന ക്രിയകളായ വിളിച്ചുചൊല്ലി പ്രായശ്ചിത്തം തൃപ്രയാർ തേവർക്ക് വേണ്ടിയും ഗോശാല കൃഷ്ണന് വേണ്ടിയും ബ്രാഹ്മണർക്ക് വേണ്ടിയും സമംഗളം നടന്നു. കൂടാതെ ക്ഷേത്രത്തിലെ പടിഞ്ഞാറേ നടയിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 108 ബ്രാഹ്മണർക്ക് കാൽ കഴുകിച്ചിയൂട്ടും വച്ച നമസ്കാരവും പ്രായശ്ചിത്ത ദക്ഷിണയും സമർപ്പണം നടന്നു. നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു.
പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം വർണ്ണാഭമായി. പീലിക്കാവടികളും പൂക്കാവടികളും ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. രാവിലെ ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നും കാവടി വരവ് ആരംഭിച്ചു. ഉച്ചയോടെ വിവിധ ദേശക്കാരുടെ കാവടി സംഘങ്ങൾ ഓരോന്നായി ക്ഷേത്രത്തിൽ അഭിഷേകത്തിനായി എത്തി. ചരമവാർത്ത. ചളിങ്ങാട് പാണപറമ്പിൽ പരേതനായ സുകുമാരൻ മാസ്റ്റർ ഭാര്യ സൗഭാഗ്യവതി ടീച്ചർ നിര്യാതയായി. 67 വയസ്സായിരുന്നു. സന്ധ്യ, സിന്ധു എന്നിവർ മക്കളും സുരേഷ്, ദിനേശ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോളി ഹൌസ് കൃഷികളിൽ 90% വിജയം കൈവരിച്ചുവെന്നും കാർഷിക മേഖലയിലെ ന്യൂനതകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വിഭാഗീയത വർദ്ധിച്ചുവരുന്ന കാലഘട്ടമാണ് ഇതെന്ന് സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത്. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ SSA അനുവദിച്ച നിർമ്മാണ പദ്ധതികൾ പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA നിർവഹിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.